രചന ഷഫീഖ് പെരുമ്പാവൂരുകാരൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എനിക്ക് നിന്റെ ചുവന്ന ചുണ്ടുകൾ ഭക്ഷിക്കാൻ വേണ്ട, നിന്റെ കണ്ണിലെ തിളക്കത്തിനടിമയാവാൻ ആഗ്രഹവുമില്ല. ഞാൻ പറയുന്നേട്ട് അവൾ ചിരിച്ചു. പക്ഷെ ആ ചിരിക്കിരയാവാൻ വരുന്നവരെ നോക്കി പതിവായി ചിരിക്കുന്ന വശ്യതയില്ല. പഴയ ചുവപ്പില്ല ചായം തേച്ച് പിടിപ്പിച്ചതാ. കണ്ണുകളിലെ ഈ തിളക്കം ചത്തുമറിച്ചൊരു മീൻ്റേതുപോലെയാ. അത് രണ്ടും വേണ്ടെങ്കിൽ പിന്നെ എന്താ കവിക്ക് വേണ്ടത്? അവൾ ചോദിച്ചു. ഞാനൊന്നും മിണ്ടാതെ എഴുത്തു തുറന്നു. ചില രാത്രികളിൽ അവസാനത്തെ കസ്റ്റമർ ഞാനായിരിക്കും. എഴുതാൻ തോന്നുന്ന രാത്രി, എഴുതി തീർക്കുന്ന രാത്രി, അത് ഇവിടെയായിരിക്കും. കുമാരേട്ടൻ്റെ ലോഡ്ജിലെ 108 നമ്പർ മുറി. രുക്മിണി എന്ന കുതിര, രുക്കുവിൻ്റെ മുറി. വേറെയും മുറികളുണ്ട്, പല പേരിൽ അറിയപ്പെടുന്നവരുമുണ്ട്. കുമാരേട്ടൻ്റെ ലോഡ്ജിൽ ആവശ്യക്കാർ വന്നാൽ ചോദിക്കുന്ന ഒരു കോഡാണ്. വെള്ളമുണ്ടെന്ന് അലക്കണം, പറ്റിയ അലക്കല്ലുണ്ടോയെന്ന്. അപ്പോൾ കുമാരേട്ടൻ തിരിച്ചു പറയും, അലക്കല്ല് നിലവിൽ 2 എണ്ണം ഉണ്ടെന്ന്. പിന്നെ കല്ലിൻ്റെ തേയ്മാനത്തിനനുസരിച്ച് വിലയിടും. ചിലർ അലക്കല്ല് ചുമന്നുകൊണ്ട് വരാറുണ്ട്. കുമാരേട്ടൻ്റെ ലോഡ്ജ് ഇവിടെ പ്രശസ്തിയുടെ മലമുകളിലാണ് ഇരിക്കുന്നത്. താഴത്തെ ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ചായയും പേരുകേട്ട ഇലയുടെയും തിന്നിട്ട് ഒരു മസാലദോശ പാഴ്സലും വാങ്ങി സ്ഥിരം കുറ്റികൾ വെള്ളമുണ്ടുമായി കുമാരേട്ടൻ്റെ അടുത്തേക്ക് വെച്ച് പിടിക്കും. സത്യത്തിൽ എനിക്ക് ഭ്രാന്തുണ്ടോയെന്ന് കുമാരേട്ടൻ അവിടെ സഹായികളുമായിട്ട് നിൽക്കുന്ന കുള്ളം പറയുന്നത് ചോദിക്കാറുണ്ട്. അലക്കാനല്ലാതെ വെള്ളമുണ്ടുമായി കുതിരരുക്കുവിൻ്റെ അടുത്തേക്ക് രാത്രികൾ ചെല്ലുന്ന കണ്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരു രാത്രി ഒരു സ്ത്രീയെ അറിയാനായിട്ടാണ് ഞാൻ കുമാരേട്ടൻ്റെ ലോഡ്ജിലെ 108 നമ്പർ മുറിയിലെത്തിയത്. നാളെ നാട്ടിലേക്കൊന്ന് പോകണം. കവി വരുന്നുണ്ടോ? ഞാൻ മിണ്ടാതിരുന്ന് എഴുതുന്നുകൊണ്ടാവാം. അവൾ തുടർന്നു. അല്ലേ വേണ്ട, കവിക്കതൊരു നാണക്കേടാവും. നാട്ടിലും പാട്ടാ ഈ രുക്മിണിയുടെ കുതിരകളി. ചീത്തപ്പേരാവും. ഇയാൾ വരേണ്ട. അവൾ ജാലകത്തിൻ്റെ അടിയിൽ കിടന്ന തുണികളെടുത്ത് കട്ടിലേക്ക് ഇട്ടുകൊണ്ട് ചാലകവാതിൽ തുറന്നു. പുറത്തിരുട്ടിൽ നിന്നൊരു കാറ്റ് വെളിച്ചം കൊതിച്ച് അകത്തേക്ക് വന്നു. ചെറിയൊരു തണുപ്പും. അനുവാദം ചോദിക്കാതെ അവൾ ഞാൻ എഴുതിയ പേപ്പർ എടുത്തു. എഴുതി തീർന്നിട്ടില്ല. ഞാൻ തടഞ്ഞുവെങ്കിലും അവൾ ഉറക്കെ വായിച്ചു. നിന്റെ വലതുമാറിലെ ഉണങ്ങാത്ത മുറിവ്, നിന്റെ കീഴ്ചുണ്ടിലെ ചതഞ്ഞു കിടക്കുന്ന തടിപ്പ്, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്ന മാൻമിഴികൾ, ആരും കാണാത്ത നിൻ ഹൃദയത്തിൻ നഗ്നത. വേണം എനിക്കിതെല്ലാം, ആരും പങ്കു ചോദിക്കാത്തൊരു നാൾ വരും വരെ. വായിച്ചു തീർന്നപ്പോൾ വല്ലാത്തൊരു നിശബ്ദത. കവി എന്നെക്കുറിച്ചാണ് എഴുതിയേക്കുന്നേ? അവൾ എന്നെ ഒന്ന് നോക്കി. അവൾക്ക് മുഖം കൊടുക്കാതെ ഞാൻ പറഞ്ഞു, അതെ, ഞാനിതുവരെ എഴുതിയ കവിതകളിലെല്ലാം നീയായിരുന്നു. വട്ടായില്ലേ? അഭിസാരികയുടെ പ്രേമാണോ? വെറുതെ ജീവിതത്തിലേക്ക് നാറ്റം കൊണ്ടുവരണ്ട. ഞാൻ കണ്ട പുരുഷന്മാരിൽ ഒരു യഥാർത്ഥ പുരുഷനെ കണ്ടത് നിങ്ങളിലൂടെ മാത്രമാണ്. ഒരു സ്ത്രീയിലെ പുരുഷൻ കാണാത്ത ചിലത് കണ്ടെടുത്ത് നിങ്ങളാ. ഇനി നിങ്ങളിവിടെ വരരുത്. അവളൊന്ന് തേങ്ങിയോ? ശരിയായിരിക്കാം. അവളുടെ വിയർപ്പ് പറ്റിപ്പിടിച്ച ശരീരവുമായി പലരെയും മുറിവിട്ടിറങ്ങുമ്പോൾ ഞാൻ മടങ്ങുന്നത് ആർക്കും അറിയാത്ത അവളുടെ ഹൃദയത്തിൻ്റെ നന്മയുമായിട്ടാണ്. രുക്മിണിയുടെ മറന്നുപോയ ചിരികളാണ് ഞാനെന്ന് ഒരിക്കൽ അവൾ പറഞ്ഞപ്പോൾ ഞാനും ചിരിക്കാൻ ശ്രമിച്ചിരുന്നു. രുക്കു, എനിക്കെൻ്റെ ശ്വാസമാണ് എൻ്റെ കവിതകൾ. പക്ഷേ നീയില്ലാതെ എനിക്ക് കവിത എഴുതാൻ കഴിയില്ല. ഞാൻ ശ്വാസം നിറച്ച് മരിക്കും. നിങ്ങൾ പോവും, എനിക്ക് ഇറക്കണം. അവൾ ലേറ്റ് അണിച്ച് കട്ടിലേക്ക് വീണു. പുറത്തും അകത്തും ഇരുട്ട്. വെളിച്ചം കൊതിച്ചു വന്ന കാറ്റ് നിരാശയോടെ പുറത്തേക്ക് പോയി. ഇരുട്ടിൽ ഞാനിരുന്നു. രുക്മിണിയുടെ കടിച്ചു പിടിച്ചിട്ടും ചിതറിത്തെറിക്കുന്ന ഏകലിൻ്റെ ചീളുകൾ ഹൃദയത്തിലേക്ക് കുത്തിക്കയറുന്നുണ്ട്. അപ്പോൾ ശ്വാസം നിലച്ച് ഞാൻ മരിച്ചോട്ടെ എന്നാണോ രുക്കു പറയുന്നു? അരുത്, നിങ്ങളൊരു പ്രകാശം പരത്തുന്ന നിലവിളക്കാണ്. ഞാനൊരു ഇരുട്ടുമുറിയും. എന്നിലേക്ക് വന്ന് നിങ്ങൾ അണഞ്ഞു പോകും. ഒടുവിൽ കൂരിരുട്ടാം. രുക്കു, ഞാൻ മൃദുവായി വിളിച്ചപ്പോൾ അവളൊന്ന് മൂളി. ഞാനെന്ന് വിളിച്ചത് നിന്നിൽ പ്രകാശം പരത്തട്ടെ. എൻ്റെ ചൂടിൽ നിന്റെ അഴുക്കുകൾ ഉരുകി തീരട്ടെ. പുതിയൊരു കവിത ജനിക്കട്ടെ. ഞാൻ ലേറ്റിട്ടുകൊണ്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണിൽ കരിമഷി പടർന്നിരിക്കുന്നു. ചുണ്ടിലെ ചുവന്ന ചായം തലയിണ പങ്കിട്ടെടുത്തിരിക്കുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിന്റെ കണ്ണീരിൽ വാരിപ്പൂശി ഈ ചായം ഇളക്കി പോവട്ടെ. നിന്റെ നിശ്വാസങ്ങളിനി എനിക്ക് മാത്രം. അരുതെന്ന് മാത്രം പറയരുത്. അവൾ എന്നെ തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് വാതിൽ മുട്ടുകേട്ടത്. എന്നിലേക്ക് അവളെ ചേർത്ത് പിടിച്ച് മുടിഴകളിൽ തലോടിക്കൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു, ആര് വേണമെങ്കിലും 108 നമ്പർ മുറിയിൽ മുട്ടിക്കോട്ടെ, പക്ഷേ തുറക്കാൻ നീ ഉണ്ടാവരുത്.